വെൽക്കം ടു അവർ സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മൾ 4th ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ 5th ചാപ്റ്ററിലേക്ക് 5ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളും പഠിച്ചിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വെൻ കറണ്ട് ഫ്ലോസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, അതായത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ 8th-ലും 9th-ലും 10th-ലും ഒക്കെ പഠിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബേസ്. അപ്പൊ ഇത് ശരിക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ, ഇപ്പോഴത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കാലത്ത് തന്നെ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. മോട്ടർ അടിക്കാൻ പറ്റില്ല, അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവണതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി ഈ ചാപ്റ്ററിന്റെ അവസാനം പഠിക്കാനുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ബൾബ് കത്തുക? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പറയുന്നത് ഹൗ എ ബൾബ് ഗ്ലോസ്. എങ്ങനെയാണ് ഒരു ബൾബ് കത്തുക? സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ പറയാന്ന് വെച്ചാൽ, അതായത് ഒരു ഭാഗത്തുനിന്ന് അപ്പൊ നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്നത്. ആ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ്, ആ കറണ്ട് ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ഒഴുകുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? ബൾബ് കത്തണതോ അല്ലെങ്കിൽ എന്താണോ ബൾബിന് പകരം നമ്മളിപ്പോ ഒരു ഇതാണ് വെച്ചെങ്കിൽ, ഒരു മിനി മോട്ടറാണ് വെച്ചെങ്കിൽ ആ മിനി മോട്ടർ പ്രവർത്തിക്കുന്നത് എന്താണോ അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് കറണ്ട് ഫുള്ളായിട്ട് വേറൊരു ഭാഗത്തേക്ക് പോയാൽ മാത്രമാണ് കറണ്ട് ഫ്ലോ നടക്കുകയുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് ഒരു 2 ബാറ്ററി, 2 കോപ്പർ വയർ, ഒരു ബൾബ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബൾബ് ഗ്ലോ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ്, അത് വെറുതെ വെച്ചാൽ പറ്റില്ലേ. നമ്മൾ ബൾബ് ഒരു സ്ഥലത്ത് വെക്കണം, അതൊന്ന് ബാറ്ററിയിലേക്ക് കണക്ഷൻ വേണം, ബാറ്ററിയിൽ നിന്ന് 2 വയറിലേക്ക് കണക്ഷൻ വേണം, അത് തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു ബൾബ് കത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്യൂട്ട് എന്നാണ് വിളിക്കുക. സർക്യൂട്ട് എന്നാണ് അതിനെ വിളിക്കുക. അതായത് കറണ്ട് ഒരു ഭാഗത്തു നിന്ന് ഫ്ലോ ചെയ്ത് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്, സിമ്പിൾ ആയിട്ട്. അപ്പൊ അതിന്റെ കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ വലിയ സർക്യൂട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ 2 ബാറ്ററി, ഒരു കോപ്പർ വയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇൻസുലേഷൻ വയർ, പുറത്ത് വേറെ ഇൻസുലേഷൻ ചെയ്ത് ഉള്ളിലെ ചെമ്പ് കമ്പി കൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കോപ്പർ വയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ബൾബ്, ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളത് ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ബൾബ് ഗ്ലോ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്യൂട്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ്, അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 2 ബാറ്ററി, 2 വയർ, അതേപോലെ ഒരു ബൾബ് ഉണ്ടെങ്കിൽ നമുക്കൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം, സർക്യൂട്ട് ഉണ്ടാക്കാം. അത് എന്നിട്ട് അതന്നെ 2 തരത്തിലുണ്ട്. ക്ലോസ്ഡ് സർക്യൂട്ടും ഉണ്ട്, ഓപ്പൺ സർക്യൂട്ട്. അപ്പൊ ഇവിടെ ഞാനൊരു സർക്യൂട്ട്, സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുകയാണ്. അതായത് ഒരു ബൾബ്, 2 ബാറ്ററി, അത് കണക്ട് ചെയ്തിരിക്കുന്നത് കോപ്പർ വയർ. അപ്പൊ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സർക്യൂട്ട് തന്നെ 2 തരത്തിലുള്ള സർക്യൂട്ട് ഉണ്ട്. അതായത് ഇപ്പൊ ഇവിടെ എന്താണ്? ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ഈ 2 വയറുകള് കണക്ഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ കറണ്ട് ഫുള്ളായിട്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യാൻ പറ്റില്ല, ഒഴുകാൻ പറ്റില്ല. ഇവിടെ 2 സ്ഥലത്ത് ഇവിടെ ഗ്യാപ്പ് വന്നൊക്കെയാണ് കാരണം ഇവിടെ കറണ്ട് ശരിയായ രീതിയിൽ ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആണ് ഇവിടെ ബൾബ് കത്താതിരുന്നത്. അപ്പൊ അങ്ങനത്തെ സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർക്യൂട്ട്. ഇതൊരു തുറന്ന സർക്യൂട്ടാണ്, അതായത് ഇവിടെ ഗ്യാപ്പ് ഉള്ള കാരണം ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടിൽ ഒരിക്കലും ബൾബ് ഗ്ലോ ചെയ്യില്ല. ഇനി നമ്മൾ ഈ ബൾബ് ഗ്ലോ ചെയ്യാനായിട്ട് ഇവിടെ ഇത് കണക്ട് ചെയ്യാണ്. ഇത് കണക്ട് ചെയ്തു. അപ്പൊ ഇത് കണക്ട് ചെയ്തപ്പോഴോ ഇവിടുത്തെ ബൾബ് കത്തി. അപ്പൊ ഈ ഓപ്പൺ ആയിരുന്ന സംഭവം നമ്മൾ ക്ലോസ് ചെയ്തു. ഈ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തപ്പോൾ ക്ലോസ് ചെയ്തു. അപ്പൊ ഈ എൻഡിൽ നിന്ന് കറണ്ട് ഫ്ലോ ഈ എൻഡിൽ കൂടെ ഫുൾ ആയിട്ട് ഇതൊരു സർക്യൂട്ടായി മാറി. അപ്പൊ ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സർക്യൂട്ട്, അടഞ്ഞ സർക്യൂട്ട്. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കണക്ഷന് പ്രശ്നം വന്നാൽ ആ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് സർക്യൂട്ടായി മാറി? ഓപ്പൺ സർക്യൂട്ടായി മാറി. അതായത് വയർ ശരിക്കും കണക്ട് ആവാതിരിക്കുക, അല്ലെങ്കിൽ ബാറ്ററി ലൂസ് ആയിരിക്കുക, അങ്ങനെ എവിടെയെങ്കിലും ഒരു കണക്ഷൻ
പോയി കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ സർക്യൂട്ടും ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഇപ്പൊ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്, ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് സർക്യൂട്ടായി മാറി. അങ്ങനെ രണ്ട് സർക്യൂട്ടുകളാണ് ഉള്ളത്, ഓപ്പൺ സർക്യൂട്ടും ഉണ്ട് ക്ലോസ്ഡ് സർക്യൂട്ടും ഉണ്ട്. അപ്പൊ ഈ ഓപ്പൺ സർക്യൂട്ട്, അപ്പൊ നമ്മൾ ഇതെല്ലാം ഇപ്പോ നമ്മൾ ജസ്റ്റ് ബാറ്ററി ബൾബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുക. ഇനി ഇത് കുറച്ച് ഈ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സിമ്പിൾസ് വെച്ചിട്ടാണ്, ഒരു ചിഹ്നങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയാണ് ഇതാണ് ഒരു ബാറ്ററി. ബാറ്ററിന് കോപ്പർ വയർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ബൾബ്. അപ്പൊ ഈ ബൾബ് ഇപ്പൊ ഇവിടെ ഇതെന്ന് പറയുന്നത് എന്ത് സർക്യൂട്ടാണ്? ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ബൾബ് കത്തും ഇല്ലേ? ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടെ എന്തെങ്കിലും ഒരു കണക്ഷൻ വിട്ടു, കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ബൾബ് കത്തുവോ? ഇല്ല. അതെന്ത് സർക്യൂട്ടായി മാറി? അത് ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറി. അപ്പോ എവിടെയെങ്കിലും ഒരു കണക്ഷന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആവും. ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമേ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് പേജ് നമ്പർ 64 നോക്കിയാൽ അറിയാം, ഇവിടെ രണ്ട് സർക്യൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് രണ്ടിലും ബൾബ് കത്തുണ്ടെന്ന് അറിയാൻ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ലൈൻ വന്നു കഴിഞ്ഞാലാണ് ബൾബ് കത്തുണ്ടെന്ന് അറിയാം. അപ്പൊ ഇവിടെ നോക്കുക, രണ്ട് ബാറ്ററികൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ രണ്ട് ബാറ്ററികൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ബൾബ് കത്തില്ല. ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് സർക്യൂട്ടാണ്? ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. ഇവിടെയും അതെ, ഇവിടെ ഈ ബാറ്ററി എന്നുള്ള വയറിൽ കണക്ഷൻ പോയിരിക്കുകയാണ്. അപ്പൊ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ സർക്യൂട്ടാണ്. ഇവിടെയും ബൾബ് ഗ്ലോ ചെയ്യില്ല. ഇനി അടുത്ത് നമ്മൾ പറയണത്, ഇപ്പൊ ബൾബ്, ഇവിടെ ഒരു ബൾബാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബൾബിന് പകരം ഈ ബൾബിന് പകരം നമുക്ക് വേറെ എന്ത് ഡിവൈസ് വേണമെങ്കിൽ വെക്കാം. ഈ ബൾബിന് പകരം നമ്മൾ വെക്കേണ്ടതാണ് ഒരു ബസർ. ബസർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൗണ്ട് ഉണ്ടാവുന്ന ഒരു ഇതിനെയാണ് ബസർ എന്ന് പറയുന്നത്. ഇവിടെ ബസർ വെക്കുകയാണെങ്കിൽ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യണതിന് പകരം ഈ ബസറിന് സൗണ്ട് കേൾക്കും. അപ്പൊ അവിടെയുള്ള ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡിവൈസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഉപയോഗിച്ചത് ബൾബാണ്. ബൾബ് മാറ്റി നമ്മൾ അവിടെ ഒരു ബസർ വെച്ചു. ബസർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാകുന്നതാണ്. ഇനി ഇത് മാറ്റിയിട്ട് നമ്മളൊരു മിനി മോട്ടോർ വെക്കുകയാണ്. മിനി മോട്ടോർ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മിനി മോട്ടോർ വെക്കുകയാണെങ്കിൽ അവിടെ മിനി മോട്ടോർ തിരിയും. അപ്പോ ഇവിടെയുള്ള ഈ ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റാം. ഈ സർക്യൂട്ടുകൾ ശരിയാണെങ്കിലും ഈ ഡിവൈസിൽ ഒന്നില്ലെങ്കിൽ ഇവിടെ ബൾബ് വെക്കാം, അല്ലെങ്കിൽ ബസർ വെക്കാം, അല്ലെങ്കിൽ മിനി മോട്ടോർ വെക്കാം. അപ്പൊ അങ്ങനെ മൂന്ന് സർക്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരെണ്ണത്തിൽ നമ്മൾ ബൾബ് വെച്ചു, രണ്ടാമത്തേൽ ആ ബൾബിന്റെ സ്ഥാനത്ത് നമ്മൾ ബസർ വെച്ചു, മൂന്നാമത്തത് ആ ബസറിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു മിനി മോട്ടോർ വെച്ചു. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 64 ഇവിടെ ഒരു ബോക്സ് കാണാം. സർക്യൂട്ട് 1 എന്ന് പറയുന്നത് നമ്മൾ ബൾബ് വെച്ചിട്ടുള്ള സർക്യൂട്ടിനെയാണ് സർക്യൂട്ട് 1 എന്ന് പറയുന്നത്. സർക്യൂട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ ബൾബ് മാറ്റി അവിടെ എന്ത് വെച്ചു? ബസർ വെച്ചു. ബസർ വെച്ചിട്ടുള്ള സർക്യൂട്ടിനെയാണ് സർക്യൂട്ട് 2 എന്ന് പറയുന്നത്. പിന്നെ ബസർ മാറ്റി നമ്മൾ അവിടെ ഒരു മിനി മോട്ടോർ വെച്ചു, അതിനെയാണ് സർക്യൂട്ട് 3 എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിലും സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എവിടുന്നാണ് നമുക്ക് ഈ ബൾബ് കത്താനും അല്ലെങ്കിൽ ബസർ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മിനി മോട്ടോർ വർക്ക് ചെയ്യാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് എവിടുന്നാണ് കിട്ടുന്നത്? ബാറ്ററിയിൽ നിന്നാണ്. ആ ബാറ്ററിനെ, രണ്ട് ചെറിയ ബാറ്ററി ആയിരുന്നു നമ്മൾ അതിനെ ടോർച്ച് സെൽ എന്നാണ് വിളിക്കുക. ഒന്നിലധികം ഇതുകൾ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ സെൽ, ടോർച്ച് സെൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാറ്ററി. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടോർച്ച് സെൽ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഡിവൈസ് എന്താണ്? നമ്മൾ ആദ്യത്തെ സർക്യൂട്ടിൽ നമ്മൾ ഒരു ബൾബാണ് കത്തിച്ചത്. അപ്പൊ ഇലക്ട്രിക് ഡിവൈസ് എന്ന് പറയുന്നത് ബൾബാണ്. രണ്ടാമത്തേല് നമ്മൾ കത്തിച്ചത് എന്താണ്? ബസറാണ്. സൗണ്ട് ഉണ്ടാക്കിയത് ബസറാണ്. അപ്പൊ അവിടെയുള്ള ഇലക്ട്രിക് ഡിവൈസ് എന്ന് പറയുന്നത് ബസറാണ്. മൂന്നാമത്തേല് നമ്മൾ ഉപയോഗിച്ചത് മിനി മോട്ടർ ആണ്. അവിടെയുള്ളത് മിനി മോട്ടർ ആണ്, ഇലക്ട്രിക് ഡിവൈസ്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വയർ എന്താണ്? കോപ്പർ വയറാണ് നമ്മൾ ഇതിന്റെ മൂന്നെണ്ണത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ടോർച്ച് സെല്ലും, അവിടെ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്ത ഡിവൈസ് എന്ന് പറയുന്നത് ബൾബ് ഉണ്ട്, മിനി മോട്ടർ ഉണ്ട്, ബസർ ഉണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന വയർ എന്ന് പറയുന്നത് കോപ്പർ വയറാണ്. അപ്പൊ നമ്മുടെ പേജ് നമ്പർ 65ലും ഇതുപോലെ രണ്ട് സർക്യൂട്ട് ഉണ്ട്. രണ്ടിലും ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. എന്താ കാരണം? അതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ആ സർക്യൂട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ഏത് ഡിവൈസ് ആണോ നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് വർക്ക് ചെയ്യില്ല. ആ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് സർക്യൂട്ടായി മാറും? ഓപ്പൺ സർക്യൂട്ടായി മാറും. അപ്പോൾ സർക്യൂട്ട് എന്ന് പറയുന്നതും ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നതും
ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നതും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നതും ഡിവൈസസ് ഏതോ ഉപയോഗിക്കണേന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് നമ്മൾ വേറൊരു ഇതിനുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എന്താണ്, ഓപ്പൺ സർക്യൂട്ട് എന്താണ്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണ് നമ്മൾ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്. അതായത് ഇവിടെ ഇത് കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ നടക്കുന്നില്ല, അത് കാരണം ഇവിടെ ബൾബ് കത്തുന്നില്ല. അപ്പോൾ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇനി ഇത് നമ്മൾ കണക്ട് ചെയ്തു, ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്, കത്തുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഇതിൻ്റെ ഉള്ളിലെ ഏതൊക്കെ കുറച്ച് സബ്സ്റ്റൻസ്, അപ്പൊ എല്ലാത്തിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല, എല്ലാത്തിലൂടെയും കറണ്ട് പാസ് ചെയ്യില്ല. അപ്പൊ കറണ്ട് പാസ് ചെയ്യണ സബ്സ്റ്റൻസുകളുണ്ട്, കറണ്ട് പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസുകളുണ്ട്. വൈദ്യുതി കടന്നു പോകുന്ന വസ്തുക്കളുണ്ട്, വൈദ്യുതി കടത്തു പോവാത്ത വസ്തുക്കളുണ്ട്. അപ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, വൈദ്യുതി കടന്നു പോകാത്ത വസ്തുക്കൾ എന്തൊക്കെയാണ്, നമ്മൾ കുറച്ച് വസ്തുക്കൾ എടുത്തിട്ട് അതിലൂടെ നോക്കുകയാണ്. അപ്പോൾ ഏതിലൂടെയാണ്, അപ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന വസ്തുക്കളാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഈ ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോൾ വൈദ്യുതി കടന്നു പോവാത്ത വസ്തുക്കളാണെങ്കിലോ അവിടെ ബൾബ് ഗ്ലോ ചെയ്യില്ല, അപ്പോൾ ബൾബ് കത്തില്ല. അപ്പോൾ നമ്മൾ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പോൾ ഈ ഗ്യാപ്പിലെ നമ്മൾ ഇതിന്റെ ഗ്യാപ്പിലാണ് ഓരോ സബ്സ്റ്റൻസുകൾ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, പേജ് നമ്പർ 65 പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവിടെ ഒരു ആണി വെച്ച് നോക്കാനാണ് പറഞ്ഞത്. ആണി ഇല്ലെങ്കിലും ഇതിന്റെ എന്തെങ്കിലും സബ്സ്റ്റൻസുകൾ ആയാലും മതി. അപ്പൊ ഇതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. ഇതിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ബൾബ് കത്തി. അപ്പോ ഈ ആണിയിലൂടെ അല്ലെങ്കിൽ നെയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഈ ബൾബ് കത്തിയത്. ഇനി അടുത്തത് ഒരു പേപ്പറിന്റെ പീസ്, ഇവിടെ ഈ ഗ്യാപ്പിൽ നമ്മളൊരു പേപ്പർ കഷ്ണം വെക്കുകയാണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല, അപ്പോൾ ഇവിടെ ബൾബ് കത്തുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഇലക്ട്രിസിറ്റി കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല, കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഒരു മരക്കഷ്ണം, അപ്പൊ നമ്മളൊരു ഇതിന്റെ കൊമ്പ്, അപ്പൊ ഇതിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ, ഇതിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല, പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യും. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റീൽ സ്പൂൺ, സ്റ്റീൽ സ്പൂണിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കടന്നു വിടുന്നുണ്ട്, വൈദ്യുതി കടന്നു പോണ കാരണമാണ് ഇവിടെ ഈ ബൾബ് കത്തുന്നത്. അപ്പോൾ സ്റ്റീൽ സ്പൂണിൽ കൂടി വൈദ്യുതി കടന്നു വിടുന്നുണ്ട്. അതേപോലെ ഒരു പ്ലാസ്റ്റിക് വയർ എടുക്കുകയാണ്, പ്ലാസ്റ്റിക് വയറിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ചില സബ്സ്റ്റൻസ്, പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് റബ്ബർ ബാൻഡ്, അതേപോലെ തന്നെ ലെഡ്, അതായത് ലെഡ് എന്നൊക്കെ പറയുന്നതും ഈ മെറ്റൽ പോലെ തന്നെയാണ്, അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, റബ്ബറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. അപ്പോൾ ഈ ഇതില് നമ്മൾ ചില സബ്സ്റ്റൻസ്, ഇപ്പോൾ നെയിൽ, ആണി, അതേപോലെ ഈ സ്റ്റീൽ സ്പൂണ്, ഇതിലൂടെ മാത്രം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ ബൾബ് കത്തുന്നുള്ളൂ. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. അപ്പൊ ഇതിന്ന് നമുക്ക് ഏതൊക്കെ സബ്സ്റ്റൻസിലൂടെയാണ്, ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് വൈദ്യുതി കടന്നു വിടുന്നത്, ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് വൈദ്യുതി കടത്തിവിടാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ചില വസ്തുക്കൾ നമ്മൾ എടുത്തപ്പോൾ. അപ്പോൾ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയ കാരണം ഇവിടെ ഇപ്പോൾ ബൾബ് കത്തുന്നില്ല. ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോൾ ബൾബ് കത്തും. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്താണ്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ ഗ്യാപ്പിൽ നമ്മൾ ഓരോ സബ്സ്റ്റൻസുകൾ വെക്കുമ്പോൾ ചില വസ്തുക്കൾ വെക്കുമ്പോൾ ബൾബ് കത്തുന്നുണ്ട്, ചില സബ്സ്റ്റൻസുകൾ വെക്കുമ്പോൾ ബൾബ് കത്തുന്നില്ല. അപ്പോൾ ഏതൊക്കെ സബ്സ്റ്റൻസിലൂടെയാണ് വൈദ്യുതി കടത്തിവിടുന്നത്, ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഒരു സർക്യൂട്ടിലെ ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് വൈദ്യുതി കടന്നു പോകുന്നത്, ഏതൊക്കെ സബ്സ്റ്റൻസിലൂടെയാണ് ഇലക്ട്രിസിറ്റി കറണ്ട് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ചില വസ്തുക്കളിലൂടെ കണ്ടക്ട് ചെയ്യുള്ളൂ, ചില വസ്തുക്കളിലൂടെ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ ഈ പറഞ്ഞതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണത് നെയിൽ, ആണി, പിന്നെ സ്റ്റീൽ സ്പൂൺ, പിന്നെ നമ്മൾ പറഞ്ഞത് ടിൻ ഷീറ്റ്, ഇത്രയും ഇതിൽ കൂടെയാണ് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ്, ചാലകങ്ങൾ. ഇലക്ട്രിസിറ്റി കടന്നു പോകാത്തത് ഏതൊക്കെയാണ്, പേപ്പർ പീസ്, അതേപോലെ പ്ലാസ്റ്റിക് വയർ, ഇതിലൂടെയൊന്നും ഇലക്ട്രിസിറ്റി കടന്നു പോയില്ല. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ substances which conduct electricity are called conductors and substances that do not conduct electricity are called insulators.
വസ്തുക്കള് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ ചാലകങ്ങളെന്നും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നും വിളിക്കുന്നു. അപ്പോൾ ചില സബ്സ്റ്റൻസിലൂടെ മാത്രമേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 65 ഇങ്ങനത്തെ ഒരു ബോക്സിൽ, ഈ ബോക്സിലെ സബ്സ്റ്റൻസുകളാണ് നമ്മളിപ്പോൾ ചെയ്തതിൽ. ടിൻ ഷീറ്റ്, റബ്ബർ ബാൻഡ് ചെയ്തില്ലേ, ടിൻ ഷീറ്റ് കിട്ടാൻ അത് മെറ്റൽ പോലെ തന്നെയാണ്, ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പോൾ ഇവിടെ നോക്കുക, നെയിലിൽ അവിടെ ബൾബ് ഗ്ലോ ചെയ്യോ, അത് ബൾബ് കത്തുവോ കത്തില്ല അത് എഴുതുക. അതേപോലെ കറണ്ട് കണ്ടക്ട് ചെയ്യോ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ചില സബ്സ്റ്റൻസിലൂടെ, അപ്പോൾ ആണിയിലൂടെ, സ്റ്റീൽ സ്പൂണിലൂടെ, ടിൻ ഷീറ്റിലൂടെ ഒക്കെ ബൾബ് കത്തും. അപ്പോൾ അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ടക്ടേഴ്സിലാണ് വിടുക. കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്നാണ് പറയുക. സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. അപ്പൊ ഇന്ന് നമ്മൾ സർക്യൂട്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട്, ഏതൊക്കെ സബ്സ്റ്റൻസിലൂടെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക, ഏതൊക്കെ സബ്സ്റ്റൻസിലൂടെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.